ആത്മഹത്യ വലിയ തെറ്റന്നെയാണ്. പക്ഷേ നമ്മൾ അതിനെ പലതരത്തിലും തെറ്റായിട്ട് പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരാൾ ആത്മഹത്യ ചെയ്തു. മൂപ്പര് സ്വന്തം ആത്മഹത്യ ചെയ്ത ആളല്ലേ, ഞാൻ മൂപ്പർക്ക് വേണ്ടി നിസ്കരിക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിതങ്ങൾ നിസ്കരിക്കാതിരിക്കാനുള്ള കാരണം മുഹദ്ദിസീങ്ങൾ പറയുന്നത് ഇത് വലിയ ഒരു തിന്മയാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നുവെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതിരുന്നാൽ സർവ്വസാധാരണമായി നമ്മൾ അങ്ങനെ ചെയ്താലും നബിതങ്ങൾ നിസ്കരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് സർവ്വസാധാരണമായിട്ട് ആത്മഹത്യ മാറും. പക്ഷേ സ്വഹാബത്ത് ആ മനുഷ്യന്റെ മേലിൽ മയ്യത്ത് നിസ്കരിക്കുന്നതിനെ നബിതങ്ങൾ തടഞ്ഞിട്ടില്ല. നബിതങ്ങൾ നിസ്കരിക്കാത്തത് ശരി തന്നെയാണ്. അത് കണ്ടിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള വലിയ ഉസ്താദുമാർ, വലിയ തങ്ങന്മാർ ഈ ഒരു തീവ്രമായ ഇത് വലിയൊരു തിന്മയാണ്, പാതകമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നതിന്റെ തീവ്രത ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ആത്മഹത്യയെ കുഫ്റാണെന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി തങ്ങൾ പറയുകയാണ്, ഒരാൾ വൻ പാപം ചെയ്തിട്ടാണ് മരിച്ചതെങ്കിൽ പോലും, വ്യഭിചാരം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ഒരാൾ മരിച്ചു, തൗബ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ട് മൂപ്പര് തൗബ ചെയ്യാതെയാണ് മരിച്ചുപോയത് എങ്കിലും ആ മനുഷ്യനെ പറ്റി ഫലൈസ ബികാഫിരിൻ, അദ്ദേഹം കാഫിറായിട്ടാണ് മരിച്ചുപോയതെന്ന് പറയാൻ കഴിയില്ല. ആത്മഹത്യ ചെയ്ത ആളെ പറ്റിയിട്ട് പോലും നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകരുത്, ചെയ്തത് വലിയ തിന്മ തന്നെയാണ്. പക്ഷേ ആത്മഹത്യയെ കുഫ്രിയത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകല്ലേ. അദ്ദേഹം നരകത്തിലാണെന്ന് നിങ്ങൾ മുദ്ര കൊടുക്കല്ലേ എന്ന് ഇമാം നവവി തങ്ങൾ പറയുകയാണ്. ആദ്യം പറഞ്ഞു, ഒരാൾ ആത്മഹത്യ ചെയ്താൽ അവന്റെ അഭയസ്ഥാനം നരകമാണ്, ഖാലിദൻ മുഖല്ലദ, എക്കാലവും ഒരു തിരിച്ചു വരവില്ലാത്ത വിധം നരകത്തിലാണ് എന്നല്ലേ നബിതങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇതും അതും തമ്മിലൊന്ന് കണക്ഷൻ കിട്ടണില്ലല്ലോ, തമ്മിൽ വൈരുദ്ധ്യമല്ലേ എന്ന് പറയും ഉലമാക്കൾ. അതിനും പരിഹാരം പറയുന്നു, ഖാലിദൻ മുഖല്ലദ. സമയം കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ വിഷയമായതുകൊണ്ട് ഞാൻ പറയാം. ഈ എല്ലായ്പ്പോഴും ശാശ്വതമായ ജീവിതം എന്ന് ഈ ഹദീസിൽ ഉലമാ നബിതങ്ങൾ പറഞ്ഞത് അത് 2 തലത്തിലാണ് മുഹദ്ദിസീങ്ങൾ ചർച്ച ചെയ്യുന്നത്. ശാശ്വതം എന്ന് പറഞ്ഞത് ഒന്ന് ഖുലൂദുൻ മുഅബ്ബദുൻ ലാ നിഹായത ലഹു, ഒരിക്കലും തിരിച്ചു വരവില്ലാത്ത വിധം അവൻ നരകത്തിൽ തന്നെ ആയിരിക്കും. ഒന്നാമത്തേത് അത് സത്യനിഷേധികളായ ആളുകളെ പറ്റിയിട്ടുള്ള അഭിപ്രായമാണ്. രണ്ടാമത്തേത് ഖുലൂദുൻ മുഅബ്ബദുൻ ലഹു അമദുൻ വനിഹായ, അറ്റമുള്ള എന്ന് പറഞ്ഞാൽ കുറെ കാലം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ഒരു നിത്യവാസം. നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് വീടെടുത്തു കുറെ കാലം ജീവിക്കുകയാണ്, എന്നാലും നമ്മൾ പറയും നമ്മുടെ നാട് മാറി പോകില്ല എന്ന് പറഞ്ഞാലും ഒരു പക്ഷേ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നാട് വിട്ടു പോകാലോ. അങ്ങനെ 2 തരത്തിലാണ് ഖാലിദൻ മുഖല്ലദ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്ന് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരിക്കലും ഒരു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മദ്ഹബുമാരുടെയും അരികിൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ അവര് വലിയ കുഫ്ർ ചെയ്തിട്ടാണ് മരിച്ചുപോയത് എന്നുള്ള അഭിപ്രായമില്ല. ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ അള്ളാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ കയ്യിലാണ്. ആ മനുഷ്യന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കണം. സാധാരണ മുസ്ലിമീങ്ങൾ മരിച്ചുപോയാൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അദ്ദേഹത്തിനും ചെയ്തു കൊടുക്കണം. ആ മനുഷ്യന്റെ അകത്തളങ്ങളിൽ അള്ളാഹ് എന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ ഒരു പക്ഷേ അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്, അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. ആ ഒരു തരത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ കൂട്ടുകാരിൽ നിന്ന്, നമ്മുടെ ബന്ധുക്കളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല. എത്ര കടം കയറിയാലും, എത്ര പ്രണയ നൈരാശ്യം വന്നാലും, ഇപ്പൊ വീഡിയോ സോഷ്യൽ മാധ്യമങ്ങളിൽ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവം നമുക്കറിയാം. ഒന്നിനും ആത്മഹത്യ എന്നത് പരിഹാരമല്ല. അള്ളാഹുവിന്റെ അദമ്യമായ സ്നേഹത്തിലും റഹ്മത്തിലും ഒരിക്കലും നമ്മൾ നിരാശപ്പെട്ടു പോകാൻ പാടില്ല. ഏതായാലും അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അതുകൊണ്ട് അങ്ങനെ മരിച്ചു പോകാൻ പാടില്ല, വീണ്ടും വീണ്ടും പറയാൻ. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആളുകളെ നെഗറ്റീവായിട്ട് മറ്റൊരു കണ്ണോടുകൂടി നിങ്ങൾ വ്യാഖ്യാനിച്ചു പോകല്ലേ എന്ന് നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഹദീസുകൾ, ഒരുപാട് നമ്മുടെ മുന്നിൽ പ്രബലമായ ഹദീസുകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ തുറന്നു വെച്ചത്. ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമാക്കി